ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അക്വേറിയം ഫുഡ് ഫീഡർ ഉണ്ടാക്കാം. ആദ്യമായി ഒരു ക്ലോക്കിൻ്റെ മെഷീൻ എടുക്കുക. അതിലേക്ക് ഒരു ക്യാപ്പ് കട്ട് ചെയ്ത് ഹവർ മീറ്ററിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു സാധാ വൈറ്റ് ബോട്ടിൽ എടുക്കുക. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുക. സ്പോഞ്ച് ആഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ അടുപ്പിലേക്ക് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒരു ചെറിയ പേപ്പർ വെച്ച് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ ഫീഡ് സ്റ്റക്കായി നിൽക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യുക ടൈറ്റായിട്ട്. നല്ല ടൈറ്റായിട്ട് ഇരുന്നാൽ മാത്രമേ അതിൻ്റെ ഫുഡ് വെളിയിലേക്ക് പോകാതിരിക്കത്തുള്ളൂ. അപ്പം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് തന്നെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ആ ഒരു വി ഷേപ്പുകൾ വെച്ചേക്കുന്നതിന് കാര്യം കുപ്പികളിൽ കറക്റ്റായിട്ട് വന്ന് വീഴാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ആ മെഷീൻ എടുക്കുക. മെഷീൻ എടുത്തിട്ട് അതിലേക്ക് ചെറിയ രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്വിക്കാണ്. ഫെവിക്വിക്കിൻ്റെ ഗ്ലൂ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത ബോട്ടിൽ ഇതിലേക്ക് നല്ല രീതിയിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ടൊരു 5 പൊളിഞ്ഞിനായിരിക്കും അത് ഒട്ടിയിരിക്കുന്നത്. അപ്പം ഞാനത് ഒക്കേറത്തിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫോറ ഷീറ്റ് വെച്ചൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ കാണുന്ന ഹോളിൽ കൂടെ ആയിരിക്കും നമ്മുടെ ഫുഡ് ഫീഡർ ഓട്ടോമാറ്റിക്കായിട്ട് വെളിയിലേക്ക് വീഴുന്നത്. അപ്പം നമുക്കിനി ഇതിനകത്ത് ഫുഡ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ബീറ്റ ഫിഷിൻ്റെ ഫുഡാണ്. അത് ഫസ്റ്റ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫുഡ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഫുഡ് ആഡ് ചെയ്യുന്നു. അത്യാവശ്യത്തിനുള്ള ഫുഡ് ആഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. ലിഡ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് തന്നെ ക്ലോസ് ചെയ്യണം. ഫുഡ് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടൈറ്റ് ചെയ്ത് തന്നെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പം ബോട്ടിൽ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് ക്ലോസ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഫൈനൽ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സൈഡിലാണ് കൊടുത്തിരിക്കുന്ന വൈറ്റിൽ ഈ ഫുഡ് ഫീഡർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഫുഡ് കളക്ട് ചെയ്യും. എന്നിട്ട് അത് ഹവർ സൂയി ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് റൊട്ടേറ്റ് ചെയ്ത് അതിനകത്തിരിക്കുന്ന ഫുഡ് വന്നിട്ട് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഹോളിൽ കൂടെ വന്ന് അക്വേറിയത്തിലേക്ക് വീഴുവാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഫൈറ്റർ ഫിഷിനെ ഞാൻ പുതുതായിട്ട് മേടിച്ച ഫൈറ്റർ ഫിഷാണിത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ഞാൻ ഈ പറയുന്ന ഓട്ടോമാറ്റിക് ഫുഡ് ഫീഡർ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇതാണ് ഓട്ടോമാറ്റിക് ഫുഡ് ഫീഡർ. ഇങ്ങനെയാണ് ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് നമ്മൾ ഏത് സമയത്താണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആ സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ട് ആ ഫുഡ് വന്ന് അക്വേറിയത്തിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്.